സ്നേഹമുള്ളവരെ, ധർമ്മപുരാണം, ഗുരുസാഗരം, ഖസാക്കിൻ്റെ ഇതിഹാസം മുതലായിട്ടുള്ള ക്ലാസിക് ഗ്രന്ഥങ്ങൾ മലയാളത്തിന് നൽകിയ OV വിജയൻ ഒരു പ്രധാനപ്പെട്ട വാക്ക് നമ്മുടെ ഭാഷയ്ക്ക് തന്നിട്ടുണ്ട്. ഈ വാക്ക് സ്വയം നാറ്റം എന്നുള്ളതാണ്. എപ്പോഴും സ്വയം പ്രശംസിച്ച് പറയുന്ന, അങ്ങനെ അസഹനീയമായിട്ടുള്ള അറപ്പുളവാക്കുന്ന തരത്തിലുള്ള സംസാര ശൈലിക്കാണ് അദ്ദേഹം സ്വയം നാറ്റം എന്ന് വിളിച്ചത്. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനത്തിൽ എവിടെ തുറന്നാലും ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്താലും സ്വയം പ്രശംസാത്മകമായിട്ടുള്ള ധാരാളം കഥകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സ്വയം പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് പലരും മീഡിയ ഉപയോഗിക്കുന്നത് തന്നെ. ഈ പ്രകടനാത്മകതയെ യേശു എപ്പോഴും വിമർശിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ സുവിശേഷം ഈ പ്രകടനാത്മകതയ്ക്ക് എതിരായിട്ടാണ്. 3 കാര്യങ്ങളിലുള്ള സ്വയം നാറ്റത്തെപ്പറ്റി ഇന്നത്തെ സുവിശേഷം പറയും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പഴയ നിയമകാലം മുതൽ പുതിയ നിയമകാലം വരെ ഇന്ന് വരെയും നമ്മൾ ഉപയോഗിക്കുന്ന 3 വഴികളുണ്ട്. ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയാണ് ഈ വഴികൾ. ഉപവാസത്തിലൂടെ നമ്മൾ ദൈവത്തിനോട് ചേർന്നിരിക്കുന്നു. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നു. ആ തമ്പുരാനെ നമ്മൾ കാണുന്ന ആ ദർശനത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു. അങ്ങനെ മറ്റെന്തിനേക്കാളുപരിയായിട്ട് നിധി കണ്ടെത്തിയവനെ പോലെ ദൈവസന്നിധിയിലിരുന്ന് മറിയം, ലാസറിൻ്റെ സഹോദരിയായിട്ടുള്ള മറിയം, യേശുവിനെ ഭവനത്തിൽ സ്വീകരിച്ച് യേശുവിൻ്റെ പാദാന്തകത്തിലിരുന്ന് വാക്ക് കേട്ടതുപോലെ അവിടത്തെ നോക്കിയിരിക്കുന്ന ആരാധനയാണ് ഉപവാസം. അങ്ങനെ ഉപവസിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണ്ട, ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് തോന്നുക പോലുമില്ല. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കുന്ന നേരം അവരാരും വിശക്കുന്നുവെന്ന് പരാതിപ്പെട്ടിട്ടില്ല. ചില ധ്യാനത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ, ഉപവാസ പ്രാർത്ഥനകൾക്ക് പോകുമ്പോൾ നമ്മൾ ഭക്ഷണത്തെ പറ്റിയിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ മറന്നു പോകുന്നത് പോലെയാണത്. ഉപവാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ടുകൂടെയാണ് എന്നുള്ള തിരുവചനമാണ്. എന്നാൽ പലപ്പോഴും പരിസേര് ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും തങ്ങൾ ഉപവസിക്കുകയാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതിനെയാണ് യേശു വിമർശിക്കുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഭക്ഷണം പോലും വേണ്ട എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ദൈവത്തെ കാണുന്നു. രണ്ടാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഉപാധി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ സ്നേഹ സംഭാഷണത്തിലേർപ്പെടുന്നു. അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. സമൂഹത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനമായിട്ടുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്ന് മറ്റുള്ളവർ കാണേണ്ടതില്ല. ദൈവവും ഞാനും തമ്മിലുള്ള ആ ബന്ധം നിലനിന്ന് പോകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പല അബദ്ധങ്ങളും പല ആത്മീയ നശീകരണ കാര്യങ്ങളുമൊക്കെയാണ് ഒരു കാലത്ത് വളരെ പ്രകടമായിരുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ അടിക്കല്ല് ഇളക്കിക്കളഞ്ഞത് എന്ന് നമ്മുടെ കേരളത്തിലെ സഭാചരിത്രം മനസ്സിലാക്കിയാൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രാർത്ഥനക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനാപരം പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഉപാധി ദാനധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെടുന്നതും ഈ ദാനധർമ്മം ചെയ്യാനായിട്ടുള്ള നമ്മുടെ ദൈവദത്തമായിട്ടുള്ള കൃപ നശിപ്പിച്ചു പോകുന്ന തരത്തിൽ നശിപ്പിക്കപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം വന്നത്. അവിടെ കുറച്ചാളുകൾ അവിടെ
അവർക്ക് നൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ വലിയൊരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ അടുത്ത് ചെന്നല്ലെങ്കിൽ അവരെ വിളിച്ചു കൂട്ടി അവർക്ക് ഭക്ഷണം കൊടുത്തല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിച്ചിട്ട് അവരുടെ പടത്തിൻ്റെ ഒപ്പം എൻ്റെ പടവും കൂടി വരണമെന്ന് ചിന്തിക്കുന്ന അത്തരത്തിൽ അധപ്പതിച്ചു പോവുകയാണ് നമ്മൾ. വൃദ്ധസദനങ്ങളിൽ ദയനീയമായിട്ടുള്ള പ്രായമുള്ള ആളുകളുടെ മുഖം, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരെക്കാൾ വലിയ തരത്തിൽ എൻ്റെ ഫിഗർ, എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള തരത്തിൽ ഫോട്ടോ എടുത്ത് വിടുന്ന ആളുകൾ, ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വൃദ്ധസദനത്തിൽ താമസിക്കുന്നവർ, റീഹാബിലിറ്റേഷൻ സെൻറ്ററിലുള്ളവർ, ഇവരൊക്കെ അവിടെ എത്തപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു അഭിമാനവും കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ? ഈ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ സഭയ്ക്കും ഇതുതന്നെ പറ്റുന്നുണ്ട്. സാമൂഹിക സേവന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ദൈവത്തിന് കിട്ടേണ്ട സ്തുതിയും പുകഴ്ചയും നമുക്ക് കിട്ടാവുന്ന തരത്തിൽ നമ്മൾ അതിന് വലിയ ഒരു പ്രശസ്തി കൊടുക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി കൂടെയാണത്. നമ്മുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കാര്യം കൂടെയാണത്. മറ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന സാമൂഹിക സേവന പരിപാടികളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് അവർക്ക് പുകഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈശോ പറയും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആകരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് കൊടുക്കാനും ആയിരിക്കണം അത്രേ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കൂടെ വായിക്കുന്നുണ്ട്: നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. സൽപ്രവൃത്തികൾ ചെയ്യണം, അത് മറ്റുള്ളവർ കാണുകയും ചെയ്യണം. പക്ഷേ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും മറ്റുള്ളവർ കാണുന്നതും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം യേശു പ്രകടമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാണിക്കാൻ ചെയ്യുന്നതിനെയാണ് അവിടുന്ന് കുറ്റപ്പെടുത്തുന്നത്. അത്തിമരത്തെ അവിടുന്ന് ഉണക്കിക്കളഞ്ഞത് അമിതമായിട്ടുള്ള പ്രകടനപരത കൊണ്ട് തന്നെയായിരുന്നു. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സ്തുതിക്കും പുകഴ്ചയ്ക്കും വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കും അല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവരെ യേശു കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം അതാണ്. ഒരു നന്മയുണ്ടായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് വിചാരിക്കുക, നമ്മൾ ഉപവസിക്കുന്നവരാണെന്ന് വിചാരിക്കുക, നമ്മുടെ മുഖത്ത് ആ ഒരു പ്രകാശം ഉണ്ടാവും. നന്മയ്ക്കൊരിക്കലും മറഞ്ഞിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സൂര്യന് മുഖം മറയ്ക്കാൻ പറ്റുമോ? സൂര്യനെ മറച്ചു വയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്നുള്ളത് പോലെ നമ്മുടെ നന്മയും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ദൈവം ആ നന്മയെ പുറത്ത് കൊണ്ടുവരും. അതായത് നന്മ ചെയ്യണം, അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാകരുത്. ഉചിതമായിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന നന്മ പുറത്ത് കാണേണ്ടതാണ് എങ്കിൽ അതിനു വേണ്ട അവസരം ദൈവം ഒരുക്കിത്തരും. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരു നന്മയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ദൈവം അത് വെളിപ്പെടുത്തുന്നിടം വരെയും കാത്തിരിക്കാനുള്ള ക്ഷമയാണ് ആത്മീയ പക്വത എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന നന്മ നമ്മൾ വിളിച്ച് പറയാതെ ആർക്കാണ് നന്മ കിട്ടിയത് അവരത് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് വർദ്ധിക്കപ്പെടുന്നത്. അതിനാൽ യേശു പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദാനധർമ്മം ചെയ്യണം. ഈ 3 കാര്യങ്ങളും ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാകരുത്, ദൈവം കാണാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണം എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം. അത് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രലോഭനവും ഇത് തന്നെയാണ്. എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ കാണട്ടെ, കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ള ഈ കാലഘട്ടത്തിലെ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല നോമ്പിൻ്റെ തുടർന്നുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു.